നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അവശ്യ സാധനങ്ങളുടെ വില വർധന നിയന്ത്രിക്കുന്നതിൽ സർക്കാർ ഫലപ്രദമായി ഇടപെട്ടുവെന്ന് PJ ജോസഫ് MLA. സൈബർ ആക്രമണം നടത്തുന്നവർ മൂടുതാങ്കികളാണെന്ന് KM മുരളീധരൻ. അവരോട് പരമമായ പുച്ഛം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF അധികാരത്തിലെത്തുമ്പോൾ ആശാ വർക്കർമാരുടെ പ്രതിദിന വേതനം 700 രൂപയായും വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം നൽകിയും നടപടി സ്വീകരിക്കുമെന്ന് PJ ജോസഫ്. ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും റവന്യൂ NOC ലഭിക്കാത്തതിന്റെ പേരിൽ ചോർന്നൊലിക്കാത്ത വീടെന്ന സ്വപ്നം അന്യമായി തുടരുന്നതിന്റെ നിരാശയിലാണ് 150ഓളം കുടുംബങ്ങൾ. അടിമാലി കുമളി ദേശീയപാതയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അതിർത്തി നിർണയം ആരംഭിച്ചു. 350 കോടി രൂപ നീക്കിവെച്ചുള്ള സ്ഥലമെടുപ്പ് പ്രവൃത്തികൾ 2026 മാർച്ചിൽ പൂർത്തീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP വ്യക്തമാക്കി. വാർത്തകൾ വിശദമായി. അവശ്യ സാധനങ്ങളുടെ വിലവർധന നിയന്ത്രിക്കുന്നതിൽ സർക്കാർ ഫലപ്രദമായി ഇടപെട്ടുവെന്ന് PJ ജോസഫ് MLA. സപ്ലൈകോ ഓണച്ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ പീപ്പിൾസ് ബസാറിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ K. ദീപക് അധ്യക്ഷത വഹിച്ചു. സഞ്ചരിക്കുന്ന ഓണച്ചന്തയുടെ ഫ്ളാഗ് ഓഫ് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി ബാബു നിർവഹിച്ചു. പൊതുവിപണിയിൽ അവശ്യ സാധനങ്ങളുടെ വിലവർധന നിയന്ത്രിക്കുന്നതിൽ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തിയെന്ന് PJ ജോസഫ് MLA. സപ്ലൈകോ ഓണച്ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെളിച്ചെണ്ണയുടെ വില കുറച്ച് 399 രൂപയ്ക്ക് വിപണിയിലെത്തിച്ചത് ശ്രദ്ധേയമാണെന്ന് MLA പറഞ്ഞു. വെളിച്ചെണ്ണയുടെ വില എങ്ങനെ ഓടിയിരിക്കുമ്പോൾ ഇന്നലെ പ്രഖ്യാപിച്ചു 339 രൂപയ്ക്ക് വെളിച്ചെണ്ണ നൽകുന്നതാണ്. ചിലപ്പോൾ വീണ്ടും കുറച്ചേക്ക് വന്നാണ്. അത് സന്തോഷം. ഈ കിറ്റുകളെല്ലാം സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നു. അത്യാവശ്യ സാധനങ്ങളെല്ലാം, പ്രത്യേകിച്ച് 13 ഇനങ്ങളല്ലേ, അതെല്ലാം കൃത്യമായി ഇവിടെ സ്റ്റോക്ക് എത്തിയിരിക്കുന്നതെന്ന് അറിയുന്നു. സന്തോഷമുണ്ട്. തൊടുപുഴയ്ക്ക് നൽകുന്ന ഈ ഓണ സമ്മാനം തീർച്ചയായിട്ടും സന്തോഷപ്രദമാണ്. തൊടുപുഴ പീപ്പിൾസ് ബസാറിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ K. ദീപക് അധ്യക്ഷത വഹിച്ചു. സഞ്ചരിക്കുന്ന ഓണച്ചന്തയുടെ ഫ്ളാഗ് ഓഫ് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ JC ആന്റണി ആദ്യ വിൽപ്പന നടത്തി. ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോയിൽ വിവിധ കിറ്റുകൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം. 18 ഇനങ്ങളുള്ള സമൃദ്ധി കിറ്റ്, 10 ഇനങ്ങളുള്ള മിനി സമൃദ്ധി കിറ്റ്, 9 ഇനങ്ങളുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിങ്ങനെയാണ് കിറ്റുകൾ. ജില്ലയിലെ 5 താലൂക്കുകളിൽ സഞ്ചരിക്കുന്ന ഓണച്ചന്ത ഉണ്ടായിരിക്കും. 13 ഇന സബ്സിഡി സാധനങ്ങൾക്കും മറ്റ് അവശ്യ സാധനങ്ങൾക്കും വിലക്കുറവ് ലഭിക്കും. മാവേലി സ്റ്റോറുകൾ ഇല്ലാത്ത ഇടങ്ങളിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനം. സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്ന് 1000 രൂപയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ കണ്ടെത്തുന്ന വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകും. 1ാം സമ്മാനം 1 പവൻ സ്വർണ്ണ നാണയം, 2ാം സമ്മാനം ലാപ്ടോപ്പ് 2 പേർക്ക്, 3ാം സമ്മാനം സ്മാർട്ട് TV 3 പേർക്ക്. എല്ലാ ജില്ലയിലും നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് സ്മാർട്ട് ഫോൺ എന്നിവ ലഭിക്കും. പരിപാടിയിൽ ജില്ലാ സപ്ലൈ ഓഫീസർ ബൈജു K. ബാലൻ, തൊടുപുഴ ഡിപ്പോ മാനേജർ MS നീന, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സൈബർ ആക്രമണം നടത്തുന്നവർ മൂടുതാങ്കികളാണെന്ന് KM മുരളീധരൻ. അവരോട് പരമമായ പുച്ഛം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. അവർ പാർട്ടിക്കായി ഒരു ജോലിയും ചെയ്യുന്നില്ല. ഉമാ തോമസിന്റെ പാരമ്പര്യം അറിയാത്തവരാണ് അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത്. സൈബർ ആക്രമണം നടത്തുന്നവരുടെ മാതാപിതാക്കളുടെ വിവാഹത്തിന് മുമ്പ് ഉമാ തോമസ് KSUവിലുണ്ട്. കോൺഗ്രസ് പ്രതിരോധത്തിലല്ല. രാഹുലാണ് കാര്യങ്ങൾ വിശദീകരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത്. രാഹുലിനെതിരായ നടപടി മാതൃകാപരമാണ്. പാലക്കാട് MPയും ഷാഫി പറമ്പിലും ഉണ്ട്. മണ്ഡലത്തിൽ യാതൊരു കുറവും ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടിയുടെ ഒരു MLA കുറിച്ച് പരാതി മാധ്യമങ്ങളിലാണ് വന്നത്, ചാനലുകൾ. ഇതുവരെയായിട്ട് റിട്ടേൺ കംപ്ലൈൻറ്റ് അദ്ദേഹത്തിനെ കുറിച്ച് എന്താ പറയുക, പോലീസിലോ അല്ലെങ്കിൽ കോടതികളിലെ ഏതെങ്കിലും പെറ്റീഷനായിട്ടോ ആരും നേരിട്ട് സമീപിച്ചിട്ടില്ല. പാർട്ടിക്കും ആരും പരാതി തന്നിട്ടില്ല. അങ്ങനെ സാഹചര്യത്തിൽ എന്നാൽ അതേ സമയത്ത് ചില ഓഡിയോ ക്ലിപ്പിങ്സ് പുറത്തു വരികയും ഇത് സമൂഹത്തിൽ ചർച്ചയാവുകയും ചെയ്തപ്പോൾ ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എപ്പോഴും നിന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യാനെടുത്ത തീരുമാനം.
അത് ഒരു മാതൃക തന്നെയാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും കാണിക്കാത്ത ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് MLA സ്ഥാനത്ത് രാജിവെക്കാൻ ആവശ്യപ്പെടാതിരുന്നത്? ഒരു കംപ്ലൈൻറ്റ് പോലും ഇല്ലാതെ ഒരു MLAയോട് രാജിവെക്കാൻ പറയുന്നത് ശരിയല്ല. എന്നാൽ അതേസമയത്ത് അദ്ദേഹത്തിനെക്കുറിച്ച് ചില ആക്ഷേപങ്ങൾ ഇപ്പം അങ്ങനെ കേൾക്കുന്നുണ്ട്. ഇവിടെ ചില അദ്ദേഹത്തിനെതിരായിട്ട് പറഞ്ഞ ചില വ്യക്തികൾ അവരാരും കേസുമായിട്ട് കോടതിയെയോ പോലീസിനെയോ സമീപിച്ചിട്ടില്ല. അവർ ചാനലിൽ പ്രത്യക്ഷപ്പെട്ട ചിലർ പോലും പേരും പറഞ്ഞിട്ടില്ല. അതേസമയത്ത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് നിഷേധിച്ചിട്ടില്ല. ഉമാ തോമസിൻ്റെ പാരമ്പര്യത്തിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്, ഇവരുടെ മാതാപിതാക്കളുടെ വിവാഹത്തിന് മുമ്പ് അവർ KSUവിലുണ്ടായിരുന്നു. ഉമാ തോമസ് എന്തറിയാണ്ട് ഈ ജൽപ്പനങ്ങൾ നടക്കുന്നത്? അതാണ് ഞാൻ പറയുന്നത്. ചില മൂടുതാങ്ങികൾ പാർട്ടിയുടെ സൽപ്പേര് നശിപ്പിക്കാൻ വേണ്ടി സൈബറുമായിട്ട് ഇറങ്ങിയിരിക്കുക. അവരെ നിയന്ത്രിക്കുന്നത് VD സതീശനും ഈ ഷാഫി ഒരു കാര്യമില്ല. അവർക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ? അവരുള്ള കാര്യങ്ങൾ അവർ മുഖത്ത് നോക്കി പറയുമല്ലോ. അവർക്ക് ഇതുപോലെ മൂടുതാങ്ങികളുടെ ആവശ്യമൊന്നുമില്ല. ഈ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് രാഹുലിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ ജനങ്ങളോട് വിശദീകരിക്കാൻ? അല്ല, അത് രാഹുൽ ചെയ്യേണ്ട കാര്യമാണ്. രാഹുലാണ് തീരുമാനം എടുക്കേണ്ടത്. ഞങ്ങളൊരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. നിരപരാധിത്വം തെളിയിച്ചു വരുന്നവരെ പാർട്ടിക്കകത്ത് സ്ഥാനമില്ല. ഈ രാഹുൽ മാങ്കൂട്ട് രാജിവെക്കണം എന്ന് പറഞ്ഞ വനിതാ നേതാക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടായി. ഞാൻ പറയും, ഈ സൈബർ ആക്രമണം നടത്തുന്നവർ ഒരു ജോലിയില്ലാത്ത മൂടുതാങ്ങിയാണ്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഇതിനൊന്നും നേരം കിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുന്നവരും സമരം നയിക്കുന്നവരുമായിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ്സുകാരും ഇതിൻ്റെ പിന്നാലെ പോയില്ല, ഈ സൈബറിൻ്റെ പിന്നാലെ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നവർ ഇപ്പോൾ ചില ഫ്ലക്സ് ഒക്കെ വയ്ക്കുന്നുണ്ടല്ലോ രാഹുലിനെ കുറിച്ച് മോശമായിട്ട്, അതിൻ്റെ അടുത്തൊരു കോഴിയുടെ ചിത്രമൊക്കെ വെച്ചിട്ട് ഫ്ലക്സ് വയ്ക്കുന്നത്, അതിൻ്റെ അടുത്ത് മുകേഷിൻ്റെ ചിത്രവും ഒരു കോഴിയുടെയും വെച്ചുകൂടെ ഇവർക്ക് ഈ സൈബർ ഇട്ട് കുത്തുന്ന നേരം കൊണ്ട്? അല്ലെങ്കിൽ AK ശശീന്ദ്രൻ്റെ ഒരു ഫ്ലക്സും വെച്ച് ഒരു പൂച്ചക്കുട്ടിയുടെയും കൂടെ വെക്കായിരുന്നു. അതിന് പകരം വെറുതെ നേതാക്കന്മാരെ അധിക്ഷേപിക്കാൻ നടക്കുന്നവർ, അവർ പാർട്ടിയുടെ മിത്രങ്ങളല്ല, പരമശത്രുക്കളും ചില മൂടുതാങ്ങികളും. UDF അധികാരത്തിലെത്തുമ്പോൾ ആശാ വർക്കർമാരുടെ പ്രതിദിന വേതനം 700 രൂപയായും വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം നൽകിയും നടപടി സ്വീകരിക്കുമെന്ന് PJ ജോസഫ് പ്രസ്താവിച്ചു. ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരത്തോട് സർക്കാർ പിന്തുടരുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനറൽ സെക്രട്ടറി MA ബിന്ദു, കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. UDF അധികാരത്തിലെത്തുമ്പോൾ ആശാവർക്കർമാരുടെ പ്രതിദിന വേതനം 700 രൂപയായും വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം നൽകിയും നടപടി സ്വീകരിക്കുമെന്ന് മുതിർന്ന നേതാവ് PJ ജോസഫ് പ്രസ്താവിച്ചു. കഴിഞ്ഞ 6 മാസക്കാലമായി സെക്രട്ടേറിയറ്റ് നടയിൽ തുടരുന്ന ആശമാരുടെ രാപ്പകൽ സമരത്തോട് പിണറായി സർക്കാർ പിന്തുടരുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ പടിഞ്ഞാറെ കോടിക്കുളത്ത് നടന്ന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി സർക്കാരിന്റെ ഒരു തുടർച്ച കൂടി താങ്ങുവാനുള്ള ശേഷി കേരളത്തിനില്ല. അഴിമതിയും ധൂർത്തും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ക്ഷയിപ്പിച്ചതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. തീർച്ചയായിട്ടും കോവിഡിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഈ ചുമതലകളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഓണററി വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണം, ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ഓണററി വർദ്ധിപ്പിക്കുകയും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമരത്തിന് അനുകൂലമായ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ഗ്രാമങ്ങളിലേക്കുള്ള ഈ സമരവേദികൾ നിങ്ങളുടെ അനുഭവത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിരിക്കും. 6 മാസക്കാലമായി തുടരുന്ന സമരം കൊണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ അടിമത്ത ചങ്ങല പൊട്ടിക്കാൻ അസോസിയേഷന് കഴിഞ്ഞതായി സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. ആശാവർക്കർമാർക്ക് ഓണറേറിയവും ഇൻസെന്റീവും കുടിശ്ശികയായിരുന്നതുൾപ്പെടെ ഒന്നിച്ച് കിട്ടുന്ന, ജീവിതത്തിൽ ആദ്യമായി ഒന്നിച്ച് കിട്ടുകയാണ് ആശാവർക്കർമാർക്ക് ഈ സമരം ആരംഭിച്ചതിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ. ഇന്ന് ഈ എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പേ ആശാവർക്കർമാരുടെ ഓണറേറിയവും ഇൻസെന്റീവും ഒന്നിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡ്യൂസ് ഇല്ലാതെ എല്ലാ മാസവും വേതനം കിട്ടുന്ന അവസ്ഥയിലേക്ക് ഈ സമരത്തിലൂടെ അത്തരമൊരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു. നമ്മുടെ സമരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡായിരുന്നു എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പേ
ഇൻസെന്റീവ് ഓണററി ഒന്നിച്ച് നൽകുക എന്നുള്ളത്. 7,000 രൂപ ക്രൈറ്റീരിയ വെച്ച് കൊടുക്കുന്നത് പലപ്പോഴും 7,000 രൂപ കിട്ടില്ല. ഇൻസെന്റീവ് 2,000 രൂപ, അത് പല മാസങ്ങൾ. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ TS ഷംസുദ്ദീൻ, ബ്ലെയ്സ് വാഴയിൽ, N വിനോദ് കുമാർ, TJ പീറ്റർ, MN അനിൽ, ജോഷി എടാട്ട്, ജോസ് വടക്കേക്കര, ബഷീർ പള്ളിമുക്കിൽ, കൃഷ്ണൻ കണിയാപുരം, മായ കുമരേഷ്, PT വർഗീസ്, മുട്ടം ചന്ദ്രബോസ്, ജേർലി റോബി, ഡാനിമോൾ വർഗീസ്, ബിന്ദു പ്രസന്നൻ, ഷൈനി സുനിൽ, അലീന നാസർ, രമ്യ മനു, VU അക്ബർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും റവന്യൂ NOC ലഭിക്കാത്തതിന്റെ പേരിൽ ചോർന്നൊലിക്കാത്ത വീടെന്ന സ്വപ്നം അന്യമായി തുടരുന്നതിന്റെ നിരാശയിലാണ് 150ഓളം കുടുംബങ്ങൾ. ദേവികുളം മേഖലയിലെ വിവിധ നഗരങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളാണ് NOC ലഭിക്കാത്തതിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്നത്. പ്രതിസന്ധി നീക്കി ലൈഫ് പദ്ധതിയുടെ വീട് യാഥാർത്ഥ്യമാക്കാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ദേവികുളം ന്യൂ നഗർ, ലക്ഷം നഗർ, ഇരച്ചിൽപ്പാറ നഗർ, SBI നഗർ, സാന്റോസ് നഗർ തുടങ്ങി വിവിധ നഗറുകളിൽ താമസിക്കുന്ന 150ഓളം കുടുംബങ്ങളാണ് ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ പേരുണ്ടായിട്ടും റവന്യൂ NOC ലഭിക്കാത്തതിന്റെ പേരിൽ അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാതെ കഴിയുന്നത്. സാന്റോസ് നഗറിൽ 80ഓളം കുടുംബങ്ങളും മറ്റ് 4 നഗറുകളിലുമായി 75ഓളം കുടുംബങ്ങളും ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ താമസിക്കുന്ന ഭൂമിക്ക് പട്ടയമുള്ളവരും ഇല്ലാത്തവരുമുണ്ട്. എല്ലാവരും അവരവരുടെ വീടുകളിൽ താമസം ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടു. റവന്യൂ NOC ലഭിക്കുവാൻ കുടുംബങ്ങൾ ഓഫീസുകൾ പലത് കയറിയിറങ്ങി മടുത്തു. റവന്യൂ NOC ലഭിക്കുന്നതിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ ഉണ്ടെന്നതല്ലാതെ വീട് യാഥാർത്ഥ്യമാകുന്നതിലേക്ക് തങ്ങൾക്ക് എത്താനാകുന്നില്ല എന്ന് കുടുംബങ്ങൾ നിരാശയോടെ പറയുന്നു. ഇതുവരെയ്ക്ക് ഈ 2020 കഴിഞ്ഞ് ഇതുവരെയ്ക്ക് ഈ ദേവികുളം ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷന്റെ പേരിൽ റവന്യൂ NOC ഇല്ലാത്ത കാരണത്തിനാൽ ഇവർക്ക് വീട് കിടക്കാതെ പുതിയതായിട്ട് അപകട ഭീഷണിയുള്ള വീടുകൾ പൊളിച്ചു കെട്ടാത്തുള്ള അവസ്ഥ നിലവുണ്ട്. അതുകൊണ്ട് പട്ടയം ഇരുന്നാൽ തന്നെ ഈ കാലനികൾക്ക് ഇത് ലൈഫ് മിഷനിലെ വീട് തരുമെന്ന് ചൊല്ലി പഞ്ചായത്ത് ഇതായിട്ടുണ്ട്. ഇതുകൊണ്ട് പലമുറ ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിലും വില്ലേജ് കമ്മിറ്റിയിലും ജനകീയ സമിതിയിലും ഞങ്ങൾ ഇതിൻ്റെ പേരിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചാനൽ വഴിയാകും ഞങ്ങൾ ഇത് സർക്കാർക്ക് ഇതായിട്ടുണ്ട്. 86 അന്ന് ധനസഹായം കൊടുത്ത് വെറും 3000 രൂപയ്ക്ക് വീട് കെട്ടി കൊടുത്തത് സർക്കാരാണ്. ഇതുവരെയ്ക്ക് പൊളിഞ്ചി അതുകൊണ്ട് അപകട ഭീഷണിയിലുള്ള കുടുംബങ്ങളാണ്. ഇതുവരെയ്ക്ക് അപ്പടിപ്പെട്ട വീടുകൾക്ക് ഇതുവരെയ്ക്ക് ലൈഫ് മിഷന്റെ പേര് മാത്രം പറഞ്ഞിട്ട് ഇതുവരെയ്ക്ക് അവർക്ക് പട്ടയമില്ലാതെ ഒരേ കാരണത്തിനാൽ ഇത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ സാന്റോസ് കോളനിയും ദേവികളും ഉള്ള 70 കുടുംബങ്ങൾക്കും ഈ ലൈഫ് മിഷനിലെ ഫണ്ട് അനുവദിച്ച് ഇവർക്ക് പുതിയതായിട്ട് ഈ വീട് അനുവദിക്കുമാറ് ഒരു പൊതുപ്രവർത്തന മുറയിലും ഈ പൊതുമക്കൾ സർവ്വവും ഞാൻ താഴ്മയോട് കേട്ടുകൊള്ളുക. 40 വർഷത്തിലധികം പഴക്കമുള്ള ചെറിയ വീടുകളിലാണ് കുടുംബങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. വീടുകൾ പലതും മഴയിൽ ചോർന്നൊലിക്കുന്നതാണ്. കാലപ്പഴക്കത്താൽ ചില വീടുകൾ അങ്ങേയറ്റം ബലക്ഷയം വന്ന നിലയിലാണ്. ചെറിയ വീടുകൾക്കുള്ളിലെ സ്ഥലപരിമിതിയും കുടുംബങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു. പുതിയ വീടിന് അർഹതയുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും റവന്യൂ NOC എന്ന കടമ്പ കടക്കാനാവാതെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നതിന്റെ നിരാശ കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നു. പ്രതിസന്ധി നീക്കി ലൈഫ് പദ്ധതിയിലൂടെ വീട് യാഥാർത്ഥ്യമാക്കാൻ ഇടപെടൽ വേണമെന്നതാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മാതൃവേദി കരിമണ്ണൂർ യൂണിറ്റ് പ്രവർത്തനോദ്ഘാടനവും മാർഗരേഖ പ്രകാശനവും വിശുദ്ധ മോനിക്കയുടെ തിരുനാളും സംയുക്തമായി സംഘടിപ്പിച്ചു. രൂപതാ ഡയറക്ടർ റവറൻ ഡോക്ടർ ആന്റണി പുത്തൻകുളം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ലൈസമ്മ ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ഫറോന ഡയറക്ടർ റവറൻ ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിൽ ആമുഖ സന്ദേശം നൽകി. മാതൃവേദി കരിമണ്ണൂർ യൂണിറ്റ് പ്രവർത്തനോദ്ഘാടനം നടത്തി. മാതൃവേദി കരിമണ്ണൂർ യൂണിറ്റ് പ്രവർത്തനോദ്ഘാടനവും മാർഗരേഖ പ്രകാശനവും വി മോനിക്കയുടെ തിരുനാളും സംയുക്തമായി ആഘോഷിക്കുകയുണ്ടായി. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് കരിമണ്ണൂർ ഹോളി ഫാമിലി LP സ്കൂളിൽ ഹാളിൽ നടന്ന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ലൈസമ്മ ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. രൂപതാ ഡയറക്ടർ ഡോക്ടർ ആന്റണി പുത്തൻകുളം യോഗം ഉദ്ഘാടനം ചെയ്തു. മാതൃത്വം, പ്രത്യാശയും വെളിച്ചവും എന്നുള്ളതാണ് ഈ വർഷത്തെ ആപ്തവാക്യം. ജൂബിലി ഇയറാണ്. 2025 മഹാജൂബിലി വർഷത്തിൽ മാർപ്പാപ്പ നമുക്ക് നൽകിയിരിക്കുന്ന തീം അത് തന്നെയാണ്, പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്. പ്രത്യാശയുടെ തീർത്ഥാടകരായി മാറുക. അതിനാൽ അമ്മമാർ ഈ ഭവനത്തിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിൻ്റെയും ഇടവകയുടെയും പ്രത്യാശയും പ്രകാശവുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി ഈ വർഷത്തെ കരിമണ്ണൂർ ഇടവകയുടെ മാതൃവേദിയുടെ പ്രവർത്തന വർഷം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.
ഫെറോന ഡയറക്ടർ റവർ ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിൽ ആമുഖ സന്ദേശം നൽകി. അസിസ്റ്റന്റ് ഡയറക്ടർ റവർ ഫാദർ ജോർജ് മാതേക്കൽ, ആനിമേറ്റർ CLCUS ഫെറോന പ്രസിഡന്റ് നീന ബൈജു, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോസ്മി സോജൻ, സെക്രട്ടറി സാലി ജോർജ്, ജോയിന്റ് സെക്രട്ടറി ആൻസി മരിയ, ട്രഷറർ ലിസി ജോസ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന തിരുനാൾ കുർബാനയ്ക്ക് രൂപത ഡയറക്ടർ റവറന്റ് ഡോക്ടർ ആന്റണി പുത്തൻകുളം കാർമ്മികത്വം വഹിച്ചു. സർവേശ്വര സ്തുതി ഗീതം. കരിമണ്ണൂർ സീനിയർ സിറ്റിസൺസ് അസോസിയേഷന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ച് കരിമണ്ണൂർ പഞ്ചായത്തിലെ നിർധനരായ പാലിയേറ്റീവ് അംഗങ്ങൾക്ക് ഓണക്കിറ്റ് നൽകി. കരിമണ്ണൂർ PHCയിൽ ചേർന്ന യോഗത്തിൽ സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ ലൂയിസ് ജെ പാറത്താനം, PHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VT അരുൺലാലിന് ഓണക്കിറ്റ് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. കരിമണ്ണൂർ സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തുന്നതുപോലെ കരിമണ്ണൂർ പഞ്ചായത്തിലെ നിർധനരായ പാലിയേറ്റീവ് അംഗങ്ങൾക്ക് ഓണക്കിറ്റ് നൽകി ഓണക്കോടിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെ കിറ്റാണ് നൽകുന്നത്. തികച്ചും അർഹരായ 38 പാലിയേറ്റീവ് കെയർ അംഗങ്ങൾക്കാണ് കിറ്റ് നൽകുന്നത്. 26-ാം തീയതി രാവിലെ 10 മണിക്ക് കരിമണ്ണൂർ PHC ചേർന്ന യോഗത്തിൽ സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ ലൂയിസ് ജെ പാറത്താഴം PHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VT അരുൺലാലിന് കൈമാറി. പാലിയേറ്റീവ് ചുമതലയുള്ള സ്റ്റാഫ് നഴ്സ് സുലേഖ N കുഞ്ഞൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ TP നൌഷാദ്, SCA വൈസ് പ്രസിഡന്റ് ജോയി പറയനിലം, സെക്രട്ടറി NK ആന്റണി, പാലിയേറ്റീവ് കെയർ യോഗം പ്രോഗ്രാം കോർഡിനേറ്റർ KV ദേവസ്യ, SC അംഗങ്ങളായ ജോർജ് TU, സന്തോഷ് ടോമി, ജോഷി മാത്യു, ജോണി നെല്ലിയാട്ട്, KJ ജോസഫ്, ജോൺ വാട്ടപ്പള്ളി, KV ജോസഫ്, സജീവൻ PP തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റവും കൂടുതൽ തീവ്രമായ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കിടപ്പുരോഗികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ഒരു സഹായമാണ്, ഇന്ത്യയുടെ ഒരു ചാരിറ്റി പ്രവർത്തനമാണ്. ഇത് ഇവിടെ എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. തുടർന്നുള്ള വർഷങ്ങളിൽ ഞങ്ങളിങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏതായാലും ഇത് എല്ലാ വർഷവും കൃത്യതയോടുകൂടി, പ്രത്യേകിച്ച് സുലേഖ സിസ്റ്റർ നേരിട്ടറിയാൻ വീട്ടിൽ വന്നുകൊണ്ടിരുന്നതാണ്. കൃത്യമായിട്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങളോട് സഹകരിച്ച മെഡിക്കൽ ഓഫീസർക്കും അതുപോലെ മറ്റതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇത് ഏറ്റവും ഭംഗിയായിട്ട് ഇത്രയും ഒരു കളക്ഷനൊക്കെ എടുക്കാനായിട്ട് ദേവസ്യ സാറാണ് ആറിനും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട്. അടിമാലി കുമളി ദേശീയപാതയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അതിർത്തി നിർണയം ആരംഭിച്ചു. 350 കോടി രൂപ നീക്കിവെച്ചുള്ള സ്ഥലമെടുപ്പ് പ്രവർത്തികൾ 2026 മാർച്ചിൽ പൂർത്തീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP വ്യക്തമാക്കി. അടിമാലി കുമളി ദേശീയപാതയുടെ 3ാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾക്ക് തുടക്കമായി. ദേശീയപാത 85 കടന്നുപോകുന്ന അടിമാലിയിൽ തുടങ്ങി കുമളി ചെളിമട വരെയുള്ള ഭാഗത്ത് ഇരുവശങ്ങളിലും വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത്. ആദ്യപടിയായി മുൻപ് അതിർത്തി നിർണയിച്ച സ്ഥലത്ത് കല്ലുകൾ സ്ഥാപിക്കുന്ന ജോലികൾ തടിയമ്പാട് ആരംഭിച്ചു. 350 കോടി രൂപ നീക്കിവെച്ചിട്ടുള്ളതായും 2026 മാർച്ചിന് മുൻപ് സ്ഥലമെടുപ്പ് പ്രവർത്തികൾ പൂർത്തീകരിക്കുമെന്നും ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. അപ്പോൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും നിർണായകമായ ഒരു കടമ്പയാണ് 3 ക്യാപിറ്റലിലെ നോട്ടിഫിക്കേഷൻ. ഇപ്പോൾ ഏതാണ്ട് 30 മീറ്ററോളം വീതിയിലാണ് ഈ റോഡിന് സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്തിട്ടുള്ളത്, പുതുക്കിയ അലൈൻമെൻറ്റിനനുസരിച്ച്. അപ്പോൾ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ആദ്യപടി എന്നുള്ള നിലയിൽ അതിൻ്റെ കല്ല് സ്ഥാപിച്ചുകൊണ്ട്, അതിർത്തി കല്ലുകൾ 2 വശങ്ങളിലും സ്ഥാപിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ തടിയമ്പാട് എന്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ, തടിയമ്പാട് CRIF സേതുബന്ധൻ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പാലം അനുവദിക്കപ്പെടുകയും ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടാണ് ആ പാലത്തിൻ്റെ നിർമ്മാണവും ഒരേ സമയം തന്നെ പുരോഗമിക്കേണ്ടതായിട്ടുള്ളത്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എഗ്രിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്ത് ഇനി അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചാൽ മാത്രം മതി എന്നുള്ളിടത്ത് കാര്യങ്ങൾ നിൽക്കുകയാണ്.
അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ പാലം പണി ആരംഭിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും. അപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത തരത്തിൽ ദേശീയപാതയുടെ പുതുക്കിയ അലൈൻമെന്റിന്റെ കല്ലിട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രദേശത്തു നിന്നും ഇതിന്റെ കല്ലിടൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. തുടർന്ന് അടിമാലി ഭാഗത്തേക്കും കുമളി ഭാഗത്തേക്കും രണ്ടു വശത്തേക്കുമായിട്ടുള്ള കല്ലിടൽ തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാൻസി തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ ടിൻഡു സുഭാഷ്, ആലിസ് ജോസ്, പൊതുപ്രവർത്തകരായ AP ഉസ്മാൻ, PD ജോസഫ്, വിജയൻ കല്ലിങ്ങൽ, ജോയി വർഗീസ്, ദേശീയപാതയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഓണത്തിന് നിരവധി ഓഫറുകളുമായി ക്രിസ്റ്റൽ ഹൈപ്പർ മാർട്ട് ഒരുങ്ങി. നിത്യോപയോഗ സാധനങ്ങൾക്കും ഗൃഹോപകരണങ്ങൾക്കും വൻ വിലക്കിഴിവാണ് ക്രിസ്റ്റൽ ഹൈപ്പർ മാർട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ ഓണം കളറാക്കാൻ തൊടുപുഴ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിൽ ഓഫർ ഓണത്തിന് തുടക്കമായി. വിലക്കയറ്റത്തിൽ കഷ്ടപ്പെടുന്ന ജനത്തിന് കൈത്താങ്ങായാണ് ക്രിസ്റ്റൽ ഓഫർ അവതരിപ്പിച്ചിരിക്കുന്നത്. അവശ്യ സാധനങ്ങൾക്ക് വൻ വിലക്കുറവാണ് ക്രിസ്റ്റലിലെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. ഈ ഓണത്തിന് അത്തദിനത്തിൽ തന്നെ ക്രിസ്റ്റലിൽ ഓണവിപണി ആരംഭിച്ചിരിക്കുകയാണ്. ക്രിസ്റ്റൽ ഓണം ഓഫർ ഓണം എന്ന ടൈറ്റിലോടെയാണ് നമ്മൾ ഈ തവണ ഓണത്തെ വരവേൽക്കുന്നത്. കൂടാതെ അനവധി ഐറ്റംസിന് നമ്മൾ പ്രത്യേക റേറ്റിൽ നമ്മൾ ഓഫർ നൽകുന്നുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾക്കും ഹൗസ് ഹോൾഡ് ഐറ്റംസിനും എല്ലാത്തിനും അനവധി ഓഫറുകളാണ് നമ്മൾ ഈ തവണ കസ്റ്റമേഴ്സിനായി നൽകുന്നത്. എല്ലാവർക്കും നമ്മുടെ ക്രിസ്റ്റലിലേക്ക് സ്വാഗതം. ഷോപ്പിംഗ് എൻജോയ് ചെയ്യൂ. ക്രിസ്റ്റലിനോടൊപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അവശ്യ സാധനങ്ങളായ അരി, പഞ്ചസാര, കറിപ്പൊടികൾ, ചായപ്പൊടി, മസാലക്കൂട്ട്, പച്ചക്കറി തുടങ്ങിയ എല്ലാം ക്രിസ്റ്റലിൽ ലഭ്യമാണ്. കൂടാതെ പാത്രങ്ങൾ, മിക്സി, സ്റ്റൗവ്, മോപ്പ്, ഫാൻ, കുക്കർ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ വലിയ കളക്ഷനും കുറഞ്ഞ വിലയിലുമാണ് ക്രിസ്റ്റലിൽ. ഓഫർ ഓണം എന്ന പേരിൽ അവതരിപ്പിച്ച ഓഫറിൽ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾക്കും ഗ്രൂമിംഗ് സാധനങ്ങൾക്കും ബാഗിനും ട്രോളിക്കും കളിപ്പാട്ടങ്ങൾക്കും ഓഫറുണ്ട്. കുറഞ്ഞ വിലയിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങി ഓണം ആഘോഷിക്കാൻ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിൽ എത്തൂ. ഓണം ഓഫർ ഓണം ആക്കൂ.
മൂലമറ്റം ടൗണിൽ സ്ഥലം കയ്യേറി അനധികൃതമായി കെട്ടിട നിർമ്മാണം നടത്തുന്നെന്ന് ആരോപണം. മുൻപ് അറക്കുളം പഞ്ചായത്ത് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരുന്നതാണെന്നും എന്നാൽ തുടർന്നും കെട്ടിടത്തിന്റെ പണിയുമായി മുന്നോട്ടു പോവുകയാണെന്ന് പൊതുപ്രവർത്തകനായ ഷാജി ജോസഫ് ആരോപിച്ചു. ജിജി എന്ന് പറയുന്ന ഈ രണ്ടുപേര് 83 സെന്റ് സ്ഥലം അവർ വേറെ മേടിച്ചിട്ടുള്ളൂ. ഈ 83 സെന്റ് സ്ഥലത്തിന് അതിർത്തികൾ മാറ്റി സർക്കാർ ഭൂമി KCB വക ഭൂമി കൈകേറി അനധികൃതമായിട്ട് കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അനധികൃതമായിട്ട് കെട്ടിടം പണി സംബന്ധിച്ച് നേരത്തെ പരാതി കൊടുക്കുകയും അതിന് പഞ്ചായത്ത് സെക്രട്ടറി നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ഈ ഉത്തരവ് നിലനിർത്തുക പിന്നെയും അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ കെട്ടിട നിർമ്മാണത്തെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഒരു ഉത്തരവുണ്ട്. ഈ ഉത്തരവിൽ വ്യക്തമാണ് 25 കാര്യങ്ങൾ പറയുന്നത്. ഈ 25 കാര്യങ്ങൾ പരിഹരിക്കുകയാണെങ്കിൽ ഇതിന് കെട്ടിട നമ്പർ കൊടുക്കുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അതിനകത്ത് പറഞ്ഞിട്ട് ഭൂമിയെ സംബന്ധിച്ച വിഷയങ്ങൾ തീർക്കണം എന്ന് പറയുന്നുണ്ട്. ഇത്രയും വിഷയങ്ങൾ നിലനിർത്തിയ ഇതെല്ലാം തെളിവുകൾ കണ്ടിട്ടാണ് സെക്രട്ടറി ശോഭമ്മ കൊടുത്തത്. എന്തോ ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യത്തിൽ ശോഭമ്മ രാമോദിനെ കൊടുത്തതിൽ പോലും അവിടെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നമ്മൾ ചർച്ചിച്ചപ്പോൾ ഇതിനകത്ത് ഈ പുതിയൊരു തസ്തികയിൽ ഈ സമതം എന്ന് പറയുന്ന ഒരാൾ വരികയും മൂലമറ്റം പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഒരു അദാലത്ത് നടത്തി. ഈ കെട്ടിടത്തിൻ്റെ നമ്പർ അനുവദിച്ചു കൊടുക്കുക, ഈ സ്ഥലത്തിൻ്റെ അതിർത്തികൾ മാറ്റിയിരിക്കുന്ന സ്ഥലം അംഗീകരിച്ചു കൊടുക്കുക എന്നൊറ്റ കാരണത്താലാണ് അദ്ദേഹം ഇതിനകത്ത് വിളിച്ചിരിക്കുന്നത്. അതിനിപ്പം എനിക്കിതിനകത്ത് ആവശ്യപ്പെടാനുള്ളത് നിലവിലെ സ്ഥലത്തിൻ്റെ പഴയ ഈ സ്ഥലം ഇവർ മേടിച്ചപ്പോൾ സർവേ നമ്പർ 861/1/152 എന്ന് പറയുന്ന ആ സർവേ നമ്പറിൽ നിന്നാണ് 83 സെന്റ് സ്ഥലം ഇവർ വിലക്കിവിട്ടിരിക്കുന്നത്. ആ അതിർത്തി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ അതിർത്തിക്കാരെ വിളിച്ച് ആ 4 നിലയിലുള്ള ആളുകളെ ചോദിച്ചിട്ട് ആ സ്ഥലം ഏതാണെന്ന് തിട്ടപ്പെടുത്തി അതിനകത്ത് എന്ത് പ്രവൃത്തി ചെയ്യുന്നതിന് കുഴപ്പമില്ല. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാതെ ഇപ്പം പൊതുഗതാഗത റോഡിൽ നിന്നും അകലം പാലിക്കാതെ അവർ കൂട്ടിയെടുത്തിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ KCB സ്ഥലത്തേക്ക് കൂട്ടിയെടുത്തിരിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങളില്ല. അല്ലെങ്കിൽ മനസ്സിന് ഒഴിപ്പിച്ച് സത്യസന്ധമായ ഒരു പഠനം നടത്തണം, സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓണവിഭവങ്ങളുമായി കൃഷ്ണകൃപ അക്ഷയശ്രീ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം ആരംഭിച്ച ഓണം വിപണന മേള തൊടുപുഴ നഗരസഭാ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. ഓണവിഭവങ്ങളുടെ ആദ്യ വിൽപ്പന HEF പ്രസിഡന്റ് R. സുനിൽകുമാർ ആദർശ് ഇൻഡസ്ട്രീസ് ഉടമ ബിജു PVക്ക് നൽകി നിർവഹിച്ചു. കൃഷ്ണകൃപ അക്ഷയശ്രീ പുരുഷ സ്വയം സഹായ സംഘം തൊടുപുഴയിൽ ഓണം വിപണനമേള ആരംഭിച്ചു. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പാകം ചെയ്ത നാലുപ്പേരി, വട്ടുപ്പേരി, ശർക്കര വരട്ടി, ചീടക്കൊണ്ടാട്ടം, മില്ലറ്റ്സ്, 27 ഐറ്റങ്ങളടങ്ങിയ ഓണക്കിറ്റ് എന്നിവ മിതമായ വിലയ്ക്ക് ഓണം വിപണനമേളയിൽ നിന്നും ലഭ്യമാണ്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം ആരംഭിച്ച ഓണം വിപണനമേള തൊടുപുഴ നഗരസഭാ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. ഓണ സദ്യയ്ക്ക് ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള മുഴുവൻ വിഭവങ്ങളും ഈ ഒരു കിറ്റിലൂടെ നൽകാൻ സാധിക്കുമ്പോൾ അതും ചെറിയ ഒരു വിലയ്ക്ക് നൽകാൻ സാധിക്കുക എന്നത് ഓണമാഘോഷിക്കുന്ന തൊടുപുഴക്കാരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും അക്ഷയശ്രീയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഏറ്റവും മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സാധിക്കുന്നുണ്ട്. കുടുംബശ്രീകളൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടിൽ പുരുഷ സ്വാശ്രയ സംഘങ്ങൾ വളരെ കുറവാണ്. അതും ഇതുപോലെ നല്ല ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന അതിന് പറ്റിയ ഒരു ടീം തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നതാണ് ഏറ്റവും വലിയൊരു വിജയകരമായി കാണുന്നത്. തീർച്ചയായും ഓണം ആഘോഷിക്കുന്ന തൊടുപുഴക്കാരെ സംബന്ധിച്ച് ഒരു ഓണം ആഘോഷിക്കാൻ എന്തെല്ലാം തയ്യാറെടുപ്പ് വേണം എന്നതിന് മറ്റൊരു സംശയവും വേണ്ട. നേരെ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി. ഇവിടെ ഓണ പൊടി ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. ഏറ്റവും നല്ല പായസങ്ങൾ, അതുപോലെ നമ്മുടെ ചിപ്സ്, ചീട, ഇങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പാചകം ചെയ്ത് അത് ആളുകളിലേക്ക് എത്തിക്കുകയാണ്. ഓണവിഭവങ്ങളുടെ ആദ്യ വിൽപ്പന HEF പ്രസിഡന്റ് R. സുനിൽകുമാർ ആദർശ് ഇൻഡസ്ട്രീസ് ഉടമ ബിജു PVക്ക് നൽകി നിർവഹിച്ചു. ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് PG ജയകൃഷ്ണൻ, ധോനി വിമൻസ് ഫോറം പ്രസിഡന്റ് സുജി ജയകൃഷ്ണൻ നൽകി നിർവഹിച്ചു. കൃഷ്ണകൃപ സത്സംഗ സമിതി പ്രസിഡന്റ് S. പത്മഭൂഷൺ, KR. ശ്രീരമണൻ,
രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇടുക്കി വിഭാഗ് സംഘാലക് KN രാജു, സേവാഭാരതി ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ, പ്രശാന്ത് കുമാർ, PR സരിൻ എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 5 തിരുവോണനാൾ വരെയാണ് ഓണം വിപണനമേള നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുട്ടത്തെ ഏറ്റവും വലിയ ടോപ്പ് ആൻഡ് കുർത്ത കളക്ഷനുമായി ഗൗരി ഡിസൈൻസ് പ്രവർത്തനം തുടങ്ങി. ടൗൺ പള്ളിക്ക് എതിർവശം മണ്ണൂർ ബിൽഡിംഗിൽ പ്രവർത്തനം തുടങ്ങിയ ഗൗരി ഡിസൈന്റെ ഉദ്ഘാടനം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വിജു C. ശങ്കർ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് അരുൺ പൂച്ചക്കുഴി ഭദ്രദീപം കൊളുത്തി. മുട്ടത്തെ ഏറ്റവും വലിയ ടോപ്പ് ആൻഡ് കുർത്ത കളക്ഷനുമായി ഗൗരി ഡിസൈൻസ് പ്രവർത്തനം തുടങ്ങി. ടൗൺ പള്ളിക്ക് എതിർവശം മണ്ണൂർ ബിൽഡിംഗിൽ പ്രവർത്തനം തുടങ്ങിയ ഗൗരി ഡിസൈൻസിന്റെ ഉദ്ഘാടനം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വിജു C. ശങ്കർ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് അരുൺ പൂച്ചക്കുഴി ഭദ്രദീപം കൊളുത്തി. നിരവധി പ്രമുഖ വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ഫാഷൻ സ്വപ്നങ്ങൾക്ക് പുതുമയേകാൻ ഗൗരി ഡിസൈൻസ് ആൻഡ് നന്ദന ഗാർമെന്റ്സ് മുട്ടത്ത് സൗകര്യമൊരുക്കുന്നു. ആദ്യ ഷോറൂം മുതൽ മുട്ടത്തിലെ എക്സ്ക്ലൂസീവ് ടോപ്പ് കളക്ഷൻ സെന്ററായി മാറിയ ഗൗരി ഡിസൈൻസ് ഇപ്പോൾ ഏറ്റവും പുതിയ കളക്ഷനുകളും ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നു. ടോപ്പുകൾ, കുർത്തകൾ, നൈറ്റി പീസ്, മുണ്ടുകൾ, ബോട്ടംസ്, ചുരിദാർ മെറ്റീരിയൽസ്, നൈറ്റികൾ, ഇന്നർവെയർ തുടങ്ങിയ എല്ലാവിധ വസ്ത്രങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഉദ്ഘാടന ഓഫറായി 3000 രൂപയുടെ പർച്ചേസുകൾക്ക് സമ്മാനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മുട്ടം. മൂലമറ്റം സെബാനോ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സമ്മാന പദ്ധതിയുടെ വിജയികളെ തിരഞ്ഞെടുത്തു. 7 ദിവസത്തേക്ക് ക്രിയാത്മകമായ അഭിപ്രായം രേഖപ്പെടുത്തിയവർക്കുള്ള 32 ഇഞ്ച് LED ടിവിയുടെ സമ്മാന നറുക്കെടുപ്പ് ബിഷപ്പ് വയലിൽ മെഡിക്കൽ സെന്റർ ഓർത്തോ സർജൻ ഡോക്ടർ ജോജി പാപ്പച്ചൻ നിർവഹിച്ചു. മഞ്ജുഷ ദേവി, VR ബാബു എന്നിവരാണ് സമ്മാനാർഹർ. ഉദ്ഘാടനത്തിനും തുടർന്ന് സഹകരിച്ചു വരുന്ന എല്ലാവർക്കും മാനേജ്മെന്റ് നന്ദി അറിയിച്ചു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അവശ്യ സാധനങ്ങളുടെ വില വർധന നിയന്ത്രിക്കുന്നതിൽ സർക്കാർ ഫലപ്രദമായി ഇടപെട്ടുവെന്ന് PJ ജോസഫ് MLA. സൈബർ ആക്രമണം നടത്തുന്നവർ മൂടുതാങ്കികളാണെന്ന് KM മുരളീധരൻ. അവരോട് പരമമായ പുച്ഛം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF അധികാരത്തിലെത്തുമ്പോൾ ആശാ വർക്കർമാരുടെ പ്രതിദിന വേതനം 700 രൂപയായും വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം നൽകിയും നടപടി സ്വീകരിക്കുമെന്ന് PJ ജോസഫ്. ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും റവന്യൂ NOC ലഭിക്കാത്തതിന്റെ പേരിൽ ചോർന്നൊലിക്കാത്ത വീടെന്ന സ്വപ്നം അന്യമായി തുടരുന്നതിന്റെ നിരാശയിലാണ് 150ഓളം കുടുംബങ്ങൾ. അടിമാലി കുമളി ദേശീയപാതയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അതിർത്തി നിർണയം ആരംഭിച്ചു. 350 കോടി രൂപ നീക്കിവെച്ചുള്ള സ്ഥലമെടുപ്പ് പ്രവൃത്തികൾ 2026 മാർച്ചിൽ പൂർത്തീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP വ്യക്തമാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.